ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കടുത്ത സുരക്ഷാ ലംഘനം നടത്തുന്നത് കവടിയാർ കൊട്ടാരത്തിലെ നിത്യസന്ദർശകരെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. ആദിത്യവർമ്മയുടെ അടുപ്പക്കാരുടെ പേരുകൾ വരെ പരാമർശിച്ചുകൊണ്ട് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. ക്ഷേത്രത്തിലെ സ്വർണ്ണമടക്കമുള്ളവ കാണാതായി എന്ന റിപ്പോർട്ടിലാണ് സുരക്ഷാ ലംഘനം വെളിവാക്കുന്നത്. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, ഇത്രമേൽ സുരക്ഷയുള്ള ആ സുരക്ഷയുടെ പഴുത് കടന്നൊരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന അമൂല്യമായ ശേഖരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരം അമൂല്യ വസ്തുക്കൾ കാണാതെ പോകുന്നു എന്നത് തന്നെ അത്ഭുതമാണ്. അവിടെ ഇത്രമേൽ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും അവയൊക്കെ ലംഘിച്ച് ചിലർക്ക് കയറാനും ഇറങ്ങാനും പരിശോധനയില്ലാതെ കഴിയുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ അത്ഭുതം. അത് തീർച്ചയായിട്ടും ഇങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്നുള്ളത് സംശയമില്ല. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അലവലികൾ അവസാനിക്കും മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള കണ്ടെത്തലോടുകൂടിയുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഈ സ്വർണവും വജ്രവും അടക്കമുള്ള ആഭരണങ്ങളും അതുപോലെ അമൂല്യ വസ്തുക്കളും ഒക്കെ തന്നെ ഇടയ്ക്കിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ കർശന സ്വഭാവത്തിലുള്ള ഒരു സുരക്ഷ അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ കാലത്തുമുണ്ട്. CCTV നിരീക്ഷണം മാത്രമല്ല, പോലീസിന്റെ സുരക്ഷയുണ്ട്, അതല്ലാതെ ഗാർഡുകളുണ്ട്. പക്ഷേ ഈ സുരക്ഷ നിരന്തരം ലംഘിക്കപ്പെടുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ ഇന്റലിജൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇന്റലിജൻസ് അത് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. അതായത് ചില ആളുകൾ, ചില അനധികൃത VIP കളൊക്കെ തന്നെ ചില അമിതമായ പരിഗണനകൾ ലഭിക്കപ്പെട്ട് അതിലേക്ക് സുരക്ഷയൊന്നും പാലിക്കാതെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കണ്ടെത്തൽ. അതായത് ഒരു തരത്തിലും എൻട്രൻസിലും എക്സിറ്റിലും ഒന്നും തന്നെ ഒരു പരിശോധനയും ഇവർക്ക് നടത്തുന്നില്ല. അതായത് ഇവർ നിരന്തരം ക്ഷേത്രത്തിൽ കയറി ഇറങ്ങുന്നതൊന്നും തന്നെ ഈ പരിശോധന കൂടാതെയാണ്. സ്ക്രീനിംഗ് അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിലുള്ളത്. അതായത് കവടിയാർ കൊട്ടാരവുമായി വളരെ അടുത്ത ബന്ധമുള്ള കവടിയാർ കൊട്ടാരത്തിലെ നിത്യസന്ദർശകരായിട്ടുള്ള വ്യക്തികളാണ്. ഒപ്പം തന്നെ ആദിത്യവർമ്മയുടെ അടുപ്പക്കാരാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആഭ്യന്തര വകുപ്പ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിരിക്കും ഇനിയിപ്പോൾ ഈ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. ഒപ്പം തന്നെ മോഷണം പോയതാണോ കാണാതെ പോയതാണോ അത് എങ്ങനെയാണെങ്കിലും ആ അമൂല്യ വസ്തുക്കൾ അതിൽ തിരികെ കൊണ്ടിരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനവും അങ്ങനെ തന്നെയായിരിക്കും. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. സുരക്ഷാ പരിശോധനകൾ ചിലർക്ക് മാത്രമായി ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല ഇത്രമേൽ CCTV ക്യാമറകൾ വർക്ക് ചെയ്യുന്നിടത്ത്, ഇത്രമേൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായിടത്ത് എങ്ങനെയാണ് അവിടെ നിന്ന് സ്വർണ്ണമടക്കമുള്ളവ കാണാതെ പോകുന്നത് എന്നുള്ളത് അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ഹരിമോഹൻ ചൂണ്ടിക്കാണിച്ചതുപോലെ.